Hi all, this is Aishwarya from Nexa Global. Today I am going to discuss about question tag. Okay, question tagന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. PPT ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. Okay, question tag is a short question that is used at the end of a statement. ഒരു സ്റ്റേറ്റ്മെന്റിൽ എൻഡിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് question tag എന്ന് പറയുന്നത്. It is also known as tail question. ഷോർട്ട് ക്വസ്റ്റ്യനെ നമ്മൾ എന്താണ് പറയുന്നത്? tail question എന്ന് പറയും. They are used in conversational and colloquial language. The subject of the question tag is always a pronoun. അതുപോലെ തന്നെ സബ്ജക്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗിന്റെ സബ്ജക്ട് എല്ലായ്പ്പോഴും പ്രോണോൺ ആയി. This question tag is a short question at the end of a statement. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചായിരുന്നു. അതിൽ ഹൗ ടു മേക്ക് ടാഗ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു നമ്മൾ മേക്ക് ചെയ്തിരുന്നത്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഹൗ ടു മേക്ക് എ ടാഗ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഫസ്റ്റ് നമ്മൾ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യും. ചേഞ്ച് ഇറ്റ് ഇൻ പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നോക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതെന്താണ്? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അത് അതിൻ്റെ അകത്ത് ഓക്സിലറി വെർബ് ചൂസ് ചെയ്തെടുക്കും. What are the auxiliary verbs? Is, are, have, was, were. Auxiliary verbs ആണ്. ഓക്സിലറി വെർബ്സ് ചൂസ് ചെയ്തിട്ട ശേഷം നമ്മൾ 24 ഓക്സിലറി വെർബ്സോടെ പഠിച്ചു. ഇതെല്ലാം നന്നായിട്ട് തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണ്. എന്താണ് ഓക്സിലറി വെർബ്സ് എന്ന് അതിന്റെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. നെക്സ്റ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ചേഞ്ച് ഇറ്റ് ഇൻടു പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. പ്ലേസ് ദ പ്രോണോൺ ആഫ്റ്റർ ദ ഓക്സിലറി വെർബ്. അതിനുശേഷം പ്രോണോൺ പ്ലേസ് ചെയ്യണം. ഓക്സിലറി വെർബിന് ശേഷം പ്രോണോൺ പ്ലേസ് ചെയ്യണം. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് കോഫി. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് പക്ഷെ കോഫി ഇഷ്ടമല്ല. ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് ദ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സോ ചേഞ്ച് ഇറ്റ് നെഗറ്റീവ്. നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ആ നെഗറ്റീവ് നോട്ട്സ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് മേക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. It is also known as tail questions. They are used in conversational and colloquial language. Subject of the question tag is always a pronoun. Meaning of question tags. Interrogative nature. Question tags are added to the end of a statement to request agreement or confirmation. Interrogative nature. എന്തൊക്കെയാണ് മീനിങ്സ് നോക്കാം. Meanings of question tag. Interrogative nature. Question tags are added to the end of a statement to request agreement or confirmation. That means എന്താണ്? നമ്മളുടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ എൻഡിൽ വരുന്ന ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് സെയിം മീനിങ് തന്നെയാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ ടാഗ് ആർ ആഡഡ് ടു ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ടു റിക്വസ്റ്റ് എഗ്രിമെന്റ് ഓർ കൺഫർമേഷൻ. റിക്വസ്റ്റ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കൺഫർമേഷനും ഡിപെൻഡ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്താണ്? എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ആ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. ചേഞ്ചിങ് എ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടു എ ഇൻട്രോഗേറ്റീവ് വൺ. ഇത് ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ടാഗോട് കൂടി ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി തന്നെ നോട്ട് ചെയ്തിടുന്നതിനാണ് എന്താ പറയുന്നത്? ഇൻട്രോഗേറ്റീവ് നേച്ചർ. ദാറ്റ് മീൻസ് ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗോട് കൂടി ഇടുന്ന ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുന്നവര് നമ്മുടെ മൈൻഡിലോട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് അത് ക്വസ്റ്റ്യൻ ടാഗാന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കണം, എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ ടാഗ്? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്, change it into positive or negative. Last one, auxiliary. Place the auxiliary verb. എവിടെയാണ് ഓക്സിലറി വെർബ് ആണ് പ്ലേസ് ചെയ്യേണ്ടത്? പ്ലേസ് ദ പ്രോണോൺ ആഫ്റ്റർ ദ ഓക്സിലറി വെർബ്. പ്രോണോൺ പ്ലേസ് ചെയ്യണം ഓക്സിലറി വെർബിന് ശേഷം അല്ലെ? ഓക്സിലറി വെർബ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ ഇതിന് ശേഷം നമുക്ക് എന്താണ് ഓക്സിലറി. ഇപ്പം ആർ ഐ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഇപ്പം RI എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്കതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ദാറ്റ് മീൻസ് വി ആർ പ്ലേയിങ് ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അതിന്റെ അകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? വി ആർ പ്ലേയിങ്. ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് വിച്ച് ഈസ് ദ ഓക്സിലറി വെർബ്? ആർ. സോ ആർ
നോട്ട് ചെയ്ത് ദെൻ ചേഞ്ച് ഇറ്റ് ടു പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ അത്? അതെ. സോ നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? നോട്ട് യൂസ് ചെയ്യും. ആറിഞ്ച്. നെക്സ്റ്റ് എന്താണ്? വി ആർ പ്ലേയിങ് ആണ്. വി pronoun I, we, she, they are the pronouns. So place the pronoun after the auxiliary verb. Auxiliary verbന് ശേഷം നമ്മൾ എന്താണ്? Pronoun place ചെയ്യണം. So orange, we is the answer in that statement. Next, lastly, end of the statement നമ്മൾ എന്താണ്? Question tag ഇടണം. Usage in conversations. These tags are widely used in spoken language to engage in conversations and ensure the shared understanding of information. These tags are widely used in spoken language to engage in conversation and ensure the shared understanding of information. ഏതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേഗം തന്നെ മനസ്സിലാവണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ വേഗം നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും. Classification of question tags. Positive statement and negative tags. Positive statement takes negative question tags. The negative statement takes positive question tag to create balance and seek confirmation. നമ്മൾ പറഞ്ഞ എന്താണ്? പോസിറ്റീവിനെ നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് ആക്കണം അല്ലെ? ദാറ്റ് മീൻസ് ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീമിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നോട്ട് ഇഷ്ടമല്ല എന്ന രീതിയിൽ, ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കൺവേർഷൻ ആണ് അവിടെ അല്ലെ? ചേഞ്ച് ഇറ്റ് പോസിറ്റീവ് ടു നെഗറ്റീവ്. Pattern and usages. There are specific patterns for using question tags based on the type of statement, ensuring consistency and clarity in communication. There are specific patterns for using question tags based on the type of statement, ensuring consistency and clarity in communication. Positive and negative statement rule. Few and little. Where few, little, hardly and seldom are considered negative. ഒരു സ്റ്റേറ്റ്മെന്റില് ലിറ്റിൽ, ഹാർഡ്ലി, സെൽഡം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോട്ട് യൂസ് ചെയ്യേണ്ട, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിന് പോസിറ്റീവ് തന്നെ ആയിരിക്കണം നമുക്ക് മനസ്സിലാവണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ട. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. പക്ഷെ നോട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവിലോട്ട് ആക്കണം. സോ പോസിറ്റീവ് ടാഗ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഹാർമണി ഇൻ ദ കോൺവെർസേഷൻ. പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. നെഗറ്റീവ് ആണ് നോട്ട് യൂസ് ചെയ്യാൻ മാത്രമല്ല, എന്താണ്? ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി ആൻഡ് സെൽഡം ആർ കൺസിഡേർഡ് നെഗറ്റീവ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. Opposite tag usage. Understanding the rules on when to use opposite question tags for positive and negative statement is essential for effective communication. Understanding the rules of when to use opposite question tags for positive and negative statement is essential for effective communication. Opposite tag usage. Understanding the rules on when to use opposite question tags for positive and negative statement is essential for effective communication. ടാഗ് ഡിപ്പെൻഡ് ചെയ്ത് ഏതൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ്? ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യും. സെക്കൻഡ് എന്താണ്? ചേഞ്ച് ഇറ്റ് ടു പോസിറ്റീവ് നെഗറ്റീവ് കൺവേർഷൻ. Third one, place the pronoun after the auxiliary verb. Subject statement relationship. Subject match. The choice of the question tag depends on the subject of the statement, ensuring a coherent and grammar compliant conversation. Consistency in subject tag alignment. Understanding the alignment between the subject of a statement and the question tag is usual for linguistic purpose. Subject matching, consistent subject tag alignment ആണ് സബ്ജക്ട് സ്റ്റേറ്റ്മെന്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത്. കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് നന്നായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനെയാണ് നമുക്ക് വേഗം തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. യൂസേജ് ഇൻ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് മീൻസ് യൂസേജ് ഇൻ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ്. Subject, nothing, something, everything, anything. When the subject of the statement, nothing, something, everything, anything, the subject of the question tag is it. Everything, something, nothing ഒക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇറ്റ് ആയിരിക്കും. ആറിൻഡ് ഐ. സബ്ജക്ട് ഐ ആം. The subject of the question tag is aren't I. Complementing the subject of the statement for a well-formed question. Subject of the question tag, that means I am,
അപ്പൊ I am എന്ന് പറയുമ്പോൾ orange. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്താണ്. സബ്ജക്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് orange. orange I. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് സബ്ജക്ട് ഡിഫറെന്റ് വരാൻ വേണ്ടി നമ്മൾ എന്ത് ആയി വരും, ആം ആണെങ്കിൽ ആർ ആണെന്നും, അതുപോലെ തന്നെ നോട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നോട്ട് യൂസ് ചെയ്ത് ചേഞ്ച് ആക്കി സ്റ്റേറ്റ്മെന്റിനെ മാറ്റണമെന്നും നമ്മൾ മനസ്സിലാക്കും. Examples of each classification. He, there. If the subject of the statement is none, anything, someone, everything, anything, the subject of the question tag is he or they. Anything, something, someone, everyone, none ഒക്കെ വരുവാണെങ്കിൽ അതിന്റെ സബ്ജക്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ്, സബ്ജക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദേ അല്ലെങ്കിൽ ഹി ഒക്കെ ആയിരിക്കും അല്ലെ. If the statement begin with the let's, question tag will be shall be. Let ആണെങ്കിൽ എന്താ, shall be ആയിരിക്കണം. The subject of the question tag is nothing, something, everything and anything. The subject of the question tag is it. Something, nothing, everything ആണെങ്കിൽ എന്താണ്, question tag സബ്ജക്ട് ഇറ്റ് ആയിരിക്കും. Let ആണെങ്കിൽ shall ആയിരിക്കും. He or they വരുവാണെങ്കിൽ എന്തൊക്കെയാ, none, someone, anyone, everyone ഒക്കെ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലൂടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. What is question tag? Question tag, that means short that goes to the end of the statement. It is also known as tail question. Then how to convert question tag, how to identify the auxiliary verb. Then change it to positive to negative, negative to positive, change positive or negative. Positive ആണെങ്കിൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, place the pronoun after the auxiliary. Okay. Positive to negative convert ചെയ്യണം നോക്കണം. അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് റൂൾ, too little, hardly are considered as negative. ഇതൊക്കെ വരുവാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അത് നമ്മൾ പോസിറ്റീവിലോട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ലെറ്റ് വരുവാണെങ്കിൽ ഷാൾ ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. The subject of the question tag he or they ആയിരിക്കും എന്താണ്, none, anyone, someone, everything. Subject of the statement is none, anyone, someone, everyone. സ്റ്റേറ്റ്മെന്റില് anyone, someone, അതുപോലെ everyone ഒക്കെ ആണെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്ട് എന്ന് പറയുന്നത് he or they ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എന്തായിരുന്നു, ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞുതരാം. We are playing. So ഫസ്റ്റ് എന്താ ഐഡന്റിഫൈ ചെയ്തു, auxiliary verb, which is the auxiliary verb are. Then write are. Then that is the positive statement, then convert in negative statement. So, not, orange. Okay. Then identify the pronoun. Which is the pronoun? We. So, place the pronoun after the auxiliary verb. Orange, we. Then question mark. That is the question tag. Okay. Clear? 2-3 പ്രാവശ്യം വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.